അയാൾ സുന്ദരനാണ്, സുമുഖനാണ്, ഹാപ്പിയാണ്, പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായ സമ്പത്ത് തന്നെയാണ് അദ്ദേഹത്തിന് സമ്മർദ്ദങ്ങളായിട്ട് മാറിയത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കടന്നു വരികയാണ്. രാവിലെ തൊട്ട് തുടങ്ങിയ നെഞ്ചരിച്ചിലാണ്. വൈകുന്നേരം ECG എടുത്തപ്പോൾ ചെറിയൊരു വേരിയേഷൻ കണ്ടു. ഞാൻ പറഞ്ഞു നമുക്കൊന്നൊരു ബ്ലഡ് കൂടി ചെക്ക് ചെയ്താൽ നോക്കൂ. ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഹൃദയത്തിൽ എവിടെയോ ഒരു ആഘാതമേറ്റിരിക്കുന്നു. ഹൃദയത്തിന് എവിടെയോ നല്ലൊരു കൊട്ടൽ കിട്ടിയിരിക്കുന്നു. ഹൃദയത്തിൽ ഹൃദയാഘാതത്തിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എവിടെയോ ഹൃദയത്തിനൊരു ഇഞ്ചുറി കുടുങ്ങിയതാണ്. ശരിക്കും നമ്മളിങ്ങനെ കത്തിയെടുത്ത് കുത്തുക എന്ന് പറയും പോലെ അപ്പോൾ ചിലപ്പോൾ നമ്മളെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഹൃദയാഘാതത്തെ കൊണ്ടുവരുന്നത്. നമ്മളിങ്ങനെ സമ്മർദ്ദമല്ലേ, മാനസിക പ്രശ്നങ്ങളല്ലേ, സംഘർഷങ്ങളല്ലേ, ഇതൊക്കെ ഇപ്പോൾ എന്താ അറ്റാക്ക് ഉണ്ടാക്കാനാണ്, ഇതിനൊക്കെ എന്താ ഇപ്പോൾ റോള് എന്നൊക്കെ പലരും ചിന്തിക്കും. നമ്മളൊരു മാനസിക സമ്മർദ്ദം അരങ്ങേറുമ്പം അത് നമ്മൾ അറ്റാക്ക് ഉണ്ടാക്കും. കാരണം ഈ സമ്മർദ്ദം അരങ്ങേറുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചിലത് സംഭവിക്കുന്നുണ്ട്. ചില ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്, ചില രാസപ്രവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ രക്തക്കുഴലിൽ ചിലത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താ ഡോക്ടർ നിങ്ങൾ വെറുതെ പുളു അടിക്കുകയാണെന്ന് വിചാരിക്കും. അല്ല, നമ്മളെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പലതും സസൂക്ഷ്മമായി നമ്മുടെ കോശങ്ങളുടെ ലെവലിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു ബാഹ്യ പ്രതിഫലനമാണ്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മുഴ അങ്ങോട്ട് ഉണ്ടായി വരികയല്ല, ചെറിയൊരു കോശത്തിൻ്റെ വിഭജനത്തിലൊരു വ്യതിയാനം വന്നിട്ടാണ് അത് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ശ്വാസകോശ ക്യാൻസർ പെടുന്നത് പുകവലിച്ച് പല ദുശ്ശീലങ്ങളിലൂടെ അതിങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ കോശത്തിൽ വ്യതിയാനം വന്നിട്ടാണ് അത് വരുന്നത്. നമ്മൾ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് സസൂക്ഷ്മ ലെവലിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ, അവിടെ ബ്ലോക്കുകളൊക്കെ ഫോം ചെയ്തിട്ട് നീർവീക്കുണ്ടായിട്ടാണ് പല മാറ്റങ്ങളും വരുന്നത്. നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ, ഫാറ്റ് ലിവർ, ഇതൊക്കെ വരുന്നത് അതുപോലുള്ള ഒരുപാട് പരിവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പം നമ്മൾ തലയിലേറ്റുന്ന സമ്മർദ്ദങ്ങൾ എന്ന് പറയുന്നത് അത് കേവലം ഒരു ചിന്തകളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന വെറും കഥകൾ മാത്രമല്ല. ഈ കഥകൾ നമ്മുടെ നമ്മുടെ ഹൃദയത്തെ കുത്തി നോവിക്കുന്നുണ്ട്, നമ്മുടെ തലച്ചോറിനെ കുത്തി നോവിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഓരോ ആന്തരിക അവയവത്തെയും കുത്തി നോവിച്ചവിടെ പൊറലേൽപ്പിക്കുന്നുണ്ട്. അതിമാരകമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളും മരണ കാരണങ്ങളായിട്ടുള്ള രോഗങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ്. ഒന്നുകിൽ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതിൽ. ഈ ഒരു റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അഡ്രിനലിൻ എന്ന് പറഞ്ഞ ഹോർമോണും കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണും ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളതാണ്. ഈ രണ്ട് ഹോർമോണുകൾക്കും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് രണ്ടും ബ്ലഡ് പ്രഷർ കൂട്ടാനും നമ്മളിൽ നീർവീക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഹോർമോണുകളാണ്. മനസ്സിലായില്ല? അപ്പോൾ ആന്തരിക ലെവലിൽ നമ്മൾ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് പരിവർത്തനം വരുന്നത് ഒന്ന് നോക്ക്. ഈ ബ്ലഡ് പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഹൃദയാഘാതവും പക്ഷാഘാതമൊക്കെ വരാനുള്ള റിസ്ക് ഒരുപാട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രക്തക്കുഴലുകളിൽ നീർവീക്കം സൃഷ്ടിച്ച് ഒരു ബ്ലോക്ക് ചെയ്ത് ഫോം ചെയ്യുമെന്ന് മാത്രമല്ല, നമുക്കൊരു സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ഈ ഉണ്ടായ ബ്ലോക്ക് പൊട്ടിത്തെറിച്ചിട്ട് അത് നമ്മുടെ ഹൃദയത്തിന് ക്ഷതമേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? ഒരു ചെറിയൊരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പോലും ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്ക് എന്താവും, പൊട്ടിത്തെറിച്ചിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. വളരെ സൂക്ഷിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ സിറ്റുവേഷനോടും നമ്മളെങ്ങനെ സമ്മർദ്ദത്തോടെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. സമ്മർദ്ദത്തോടെ പ്രതികരിക്കുമ്പം അത് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സമ്മർദ്ദങ്ങൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ കാരണം വന്ന് ഫൈബ്രിനോജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു എന്നുള്ളതാണ്. അതെപ്പോൾ ചെയ്യും? അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി ക്ലോട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള നീർവീക്ക് അവിടെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഇതിനൊന്നുകൂടി നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ബ്ലോക്കാക്കി മാറ്റാനുള്ള ഫൈബ്രിനോജനെയും ഈ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ സപ്ലൈ ചെയ്യും. പിന്നെ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് വാസോസ്പാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ രക്തക്കുഴൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് പോലെ ഈ വാസോസ്പാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ രക്തക്കുഴൽ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഈ രക്തത്തിൻ്റെ സഞ്ചാര പാത കുറഞ്ഞു പോകും. പ്രിൻസ് മെറ്റൽ അഞ്ചൈന എന്നൊക്കെ പറയും. ഇതുണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ട് രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം? അപ്പോൾ അവിടെ ഈ പാത കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും അവിടെ ഒരു ഹൃദയാഘാതം വരാനുള്ള സാധ്യത അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതും സമ്മർദ്ദങ്ങളുടെ ഒരു ഫലമാണ്. സമ്മർദ്ദങ്ങൾ ഒരുപാട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സമ്മർദ്ദങ്ങളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ അവർക്ക് പിന്നീട് ഇതുപോലെ ജീവിതശൈലി രോഗങ്ങളുടെ റിസ്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പുകവലിക്കാൻ സമ്മർദ്ദങ്ങൾ, പലപ്പോഴും സമ്മർദ്ദങ്ങൾക്ക് ഉള്ള ഒരു ആൾട്ടർനേറ്റീവായിട്ട് പലരും സ്വീകരിച്ച് പോരുന്നത് പുകവലിയായിരിക്കും. ഈ പുകവലി ഉണ്ടാക്കുന്ന റിസ്ക് വേറെയുണ്ട്. പിന്നെ സമ്മർദ്ദങ്ങളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലായിരിക്കും, അവർ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും, അതുകൊണ്ടുണ്ടാകുന്ന റിസ്ക് വേറെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സമ്മർദ്ദം പേറിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഭവങ്ങളും
പല റിസ്ക്കുകളും അവിടെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ ഹൃദയത്തിന് ക്ഷതമേൽക്കാനുള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് ഇത് ഡാമേജ് ഉണ്ടാക്കി സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് കാർഡിയോ മയോപ്പതി എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുകയും ചെയ്യും. അതും അവിടെ റിസ്ക് ഉണ്ടാക്കും. തീർച്ചയായിട്ടും സമ്മർദ്ദങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ സ്വീകരിക്കണം. ഒന്ന്, നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ മറ്റൊരു രീതിയിലേക്ക് ആൾട്ടർനേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ. ഇപ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സംഭവം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് ശത്രുത ഉണ്ട്, ഒരു ദേഷ്യമുണ്ട്, അവരെ മകളെയാണ് നിങ്ങൾ പ്രേമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ശത്രുത എങ്ങനെയായിരിക്കും? സ്റ്റോറീസ്, ക്രിയേറ്റ് സ്റ്റോറീസ്. മനസ്സിലായി? നിങ്ങൾക്കൊരു എതിർ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ഒരു സംഭവവുമായിട്ട് നിങ്ങൾക്ക് അവരോട് ഭയങ്കര ദേഷ്യമാണ്. അവരിലുള്ള ഒരാളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാൾ നിങ്ങൾക്ക് എപ്പോഴും ശത്രുണ്ട്, ആ ശത്രു മരിച്ചു കിടക്കുമ്പോൾ അവരോടുള്ള പ്രതികരണം നിങ്ങൾ എങ്ങനെയായിരിക്കും? ആ രീതിയിലേക്ക് നമ്മളെ സ്റ്റോറി ഒന്ന് മാറ്റിയാൽ മതി. പലപ്പോഴും ഇങ്ങനെ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസാണ് മനുഷ്യന്മാർക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി തരുന്നത്. അല്ലാണ്ട് ഈ ലോകത്തോ വീട്ടിലോ നാട്ടിലോ നമുക്കുള്ളിലോ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറീസാണ്. ഈ സ്റ്റോറീസ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പം തന്നെ നമുക്ക് പലതും മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നല്ലൊരു സോഷ്യൽ നെറ്റ്വർക്ക്, ഇതൊക്കെ രൂപീകരിച്ചിട്ട് സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാനുള്ള സൊല്യൂഷൻസ് നമ്മൾ ആരായുക. നമുക്ക് വേണമെങ്കിൽ ലാഫ്റ്റർ യോഗ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാവുന്നതാണ്.